മായാവതി ആ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നത് എനിക്ക് വളരെ ഈ സ്വീകരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ എനിക്ക് മട്ടാഞ്ചേരി തന്നില്ല. ഒരാളുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ എനിക്ക് തന്നിട്ടില്ല, ഒരു സാമൂഹ്യ പ്രവർത്തകൻ തന്നില്ല, ഒരു മതസംഘടന എനിക്ക് തന്നിട്ടില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വേദിയിൽ എനിക്ക് ഈ അംബേദ്കർ ദിനത്തിൽ തന്നെ എനിക്ക് തന്നത് എനിക്ക് ഭയങ്കരമായ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി തൃപ്പൂണിത്തുറ ശ്രീനാരായണ ഗുരുകുലത്തിൽ നിന്നുള്ള സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ടരായിട്ടുള്ള അതിഥികളെ, സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇവിടെ വന്നത് സമൃദ്ധിൻ്റെ വളരെ സ്നേഹം നിറഞ്ഞ ക്ഷണം പല പ്രാവശ്യമായി ലഭിച്ചതുകൊണ്ടാണ്. BSPയുടെ വേദിയിൽ ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അതും ഇങ്ങനെ ഒരു മഹത്തായ ഒരു സംരംഭം, അതായത് BR അംബേദ്കറുടെയും അതുപോലെ തന്നെ മഹാനായ അയ്യങ്കാളിയുടെയും പേരിൽ നടക്കുന്ന ഈ മഹനീയ സാന്നിധ്യത്തിൽ ആദ്യമായി BSPയുടെ പരിപാടിയിലും ആയി പങ്കെടുക്കുന്ന ഈ സന്ദർഭം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. നാരായണ ഗുരുവിൻ്റെ ഈ പരിപാവനമായ ഈ സന്നിധിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ഈ പ്രതിഷ്ഠ ഇവിടെ പ്രതിഷ്ഠിക്കുന്ന ദിവസമായിരുന്നു. മംഗളഭാരതി ആശ്രമത്തിലെ കുമാരസ്വാമിജി ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അതിൽ പങ്കുകൊള്ളുവാനുള്ള ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് അതേ സ്ഥലത്ത് തന്നെ ഞാൻ ഇവിടെ പങ്കെടുക്കുമ്പോൾ എനിക്ക് വളരെയേറെ ഹൃദയം നിറഞ്ഞ ഒരു സന്തോഷമാണ് തോന്നുന്നത്. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തകൻ, എനിക്കിതിനു മുമ്പ് പരിചയമില്ല, എന്നോട് പറഞ്ഞത് നാരായണ ഗുരു BSPയുടെ ഒരാരാധ്യ സങ്കല്പമാണ് എന്നാണ്. അതുകൊണ്ട് ഗുരുവിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നാരായണ ഗുരുകുലത്തിൽ നിന്നും വന്നതുകൊണ്ടും ഗുരുവിനെ സംബന്ധിച്ച് 2 വാക്ക് സംസാരിക്കണമെന്നാണ് ഞാനിവിടെ നിന്ന് കേട്ടുകൊണ്ടിരുന്ന